അതിൽ തന്നോളം വളർന്നു വരുന്ന ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണുകടി, അല്ലെങ്കിൽ എൻ്റെ മുകളിൽ ഒരാൾ വരാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, അതാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കാനായിട്ട് അവർക്കൊരു വികാരം ഉണ്ടാവാനായിട്ടുള്ള കാരണമായതും. അപ്പോൾ ഈ തലമൂത്തപ്പന്മാർ ആരൊക്കെയാണ്? ഈ വി ഡി സതീശനെ പോലെയുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ ഇവർ ഈ വി ഡി സതീശൻ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന രീതിയിലല്ല സംസാരിച്ചിരുന്നത്. ഇയാൾ സംസാരിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് രാജിവെക്കുന്നതിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ രാജിവെക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടം സ്വമേധയാ രാജിവെച്ച് പോയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വി ഡി സതീശനും അതേപോലെയുള്ള ഓരോ യൂത്ത് കോൺഗ്രസിലെ നേതാക്കന്മാർ വരുമ്പോഴും അവർ പറഞ്ഞിരുന്നത് ഈ നമ്മൾ നിർബന്ധിച്ച് ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ നിർബന്ധിച്ച് രാഹുലിനെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നാണ്. എന്നാൽ രാഹുൽ രാജിവെച്ചു എന്നുള്ളൊരു കാര്യമാണ് സത്യം അല്ലേ. നമുക്കറിയാം രാഹുലിനെതിരെ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന യുവനടി എന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഇവർ പരാതിയുമായിട്ട് വന്നപ്പോൾ പോലും നമ്മളെല്ലാവരും ഏകദേശം